ഇപ്പോൾ ബിഗിനേഴ്സിന് വരെയും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ വാട്ടർ കളറാണ്. ഒരു അവക്കാഡോ ആണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവക്കാഡോ സ്കെച്ച് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് എടുത്തു. ഒരു ലൈറ്റ് യെല്ലോ ആണ് ആദ്യം എടുക്കുന്നത്. അത് നമ്മൾ അവക്കാഡോൻ്റെ ബേസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ് കൊടുക്കുമ്പോൾ കുറേ വെള്ളം കൂട്ടിയിട്ട് മാക്സിമം ലൈറ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ കളർ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. യെല്ലോ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീഡിൻ്റെ അവിടേക്ക് വേണ്ടിയിട്ട് ബ്രൗൺ യൂസ് ചെയ്യണം. അതും ഇതുപോലെ തന്നെ വെള്ളം കൂട്ടിയെടുത്ത് വളരെ ചെറുതായിട്ട് ലൈറ്റ് കളർ കൊടുത്തിട്ടാണ് നമ്മൾ സീഡിൻ്റെ ബേസും കൊടുക്കുന്നത്. സീഡിൻ്റെ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവക്കാഡോയ്ക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വാട്ടർ കളറിനകത്ത് 2 ഗ്രീൻ ഉണ്ടാവും. അതിനകത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ഗ്രീനിൽ വെള്ളം കൂട്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത്. ആ സെയിം കളർ യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള അവക്കാഡോൻ്റെ ബോർഡറില്ലേ അവിടെ ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക. കാരണം അവക്കാഡോയുടെ ഉള്ളിൽ ഒരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ആ ബോർഡറിനോട് ചേർന്ന് ആ ഒരു ഗ്രീൻ കളർ ഒന്നുകൂടെ കൊടുക്കുക. നമ്മൾ ഈ ഗ്രീൻ അകത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലൈറ്റ് ഗ്രീൻ എടുത്ത് വീണ്ടും നമ്മൾ ബോർഡറിലേക്ക് കൊടുക്കുക. അത് വീണ്ടും ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് യെല്ലോ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്ന രീതിയിലേക്ക് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് വീണ്ടും ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. നേരത്തെ ഗ്രീൻ കൊടുത്ത പോലെ തന്നെ ചെറിയൊരു ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെ ഉള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി തന്നെ കൊടുക്കാൻ നോക്കുക. ബ്രൗൺ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ പഴയ ഗ്രീൻ തന്നെ എടുത്ത് ഈ ബ്രൗണിനോട് ചേർന്ന് തന്നെ വീണ്ടും കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കൈൻഡ് ഓഫ് ഡാർക്ക് ഗ്രീൻ പോലെ കിട്ടും. ആ ഡാർക്ക് ഗ്രീനും നമ്മുടെ ലൈറ്റ് ഗ്രീനും യെല്ലോയും എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരുന്ന രീതിക്ക് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ ഔട്ടർ ലെയറിൽ കൊടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഗ്രീനും കുറച്ച് ബ്ലാക്കും വളരെ ലൈറ്റ് എമൗണ്ട് ഓഫ് ബ്ലാക്കും വളരെ ലൈറ്റ് എമൗണ്ട് ഓഫ് ബ്രൗണുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അത് നമ്മൾ ഔട്ടർ ലെയറിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സീഡിലും ഇതേപോലെ തന്നെ കുറച്ച് ബ്രൗണും കുറച്ച് ബ്ലാക്കും എടുത്ത് കുറച്ച് ഡാർക്കറായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ സീഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടുവേർഡ്സ് റൈറ്റ് വരുമ്പോഴത്തേനും നമ്മൾ ആ ഷെയ്ഡ് കുറച്ച് ഒരു ലൈറ്റ് വരുന്ന ഒരു എഫക്റ്റിലേക്ക് ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ് കൊണ്ടുവരാൻ നോക്കുന്നത്. നമ്മൾ ലെഫ്റ്റിൽ ഈ സീഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും നമ്മൾ ഡാർക്കാക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കൂടുതലും ബ്രൗൺ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു ഇത് കൊടുക്കുക. നമുക്ക് അവിടെ വെള്ളം എക്സസ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് ടിഷ്യൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ഷെയ്ഡ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ലൈറ്റിൻ്റെ എഫക്റ്റിൽ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്.
ഇതിലേക്ക് ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് വെച്ചിട്ട് 1-2 സ്ട്രോക്ക് റൈറ്റ് സൈഡിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച അവക്കാഡോയുടെ ഒരു ഷേപ്പ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി നേരത്തെ ഉണ്ടാക്കിയേക്കാളും കുറച്ചുകൂടി ഡാർക്കറായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഔട്ടർ ലെയറിൽ കൊടുക്കുക. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവക്കാഡോൻ്റെ പുറത്തൊരു ഇങ്ങനെ തരുത്തൊരു പോലത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു ആഷ് പോലത്തെ കളറാണ്. അതിനുവേണ്ടി ഞാൻ ബ്രൗണും വൈറ്റും ബ്ലാക്കുമാണ് മിക്സ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടാക്കാം. അത് വെച്ച് നമ്മൾ പയ്യെ ചെറിയ ഡോട്ട് പോലെ അല്ലെങ്കിൽ ചെറിയ വര പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെം പോലത്തെ ഒരു ഏരിയയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗണും ബ്ലാക്കും കൂടെയും ഓൾമോസ്റ്റ് ഈക്വൽ റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കട്ടിയിൽ വരയ്ക്കുക ചെയ്യേണ്ടത്. ഇത് നമ്മൾ അത്യാവശ്യം വൈഡായിട്ട് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് നമ്മുടെ ഈ അവക്കാഡോൻ്റെ ആ ഗ്രീൻ ഷെയ്ഡിൽ അതിലേക്ക് പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അത് ആ സൈഡിലേട്ടൊന്ന് നമ്മൾ ഔട്ട്ലൈൻ പോലെ കുറച്ചൊരു ഏരിയ കൊടുക്കുക. പിന്നെ അത് പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ടച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാർക്ക് ഗ്രീൻ എടുത്ത് ഒന്നും കൂടെയും അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ അടിച്ച് കൊടുക്കുക ചെയ്യണത്. പിന്നെ വീണ്ടും ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് നമ്മുടെ എഡ്ജസിൽ വീണ്ടും കൊടുക്കും. ലൈറ്റ് ഗ്രീൻ നമ്മൾ എഡ്ജസിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം നോക്കണം. കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം കൂട്ടിയെടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഗ്രീൻ കൊടുത്ത പോലെ തന്നെ സീഡിൻ്റെ അവിടെ നിന്ന് ഔട്ടർ പോർഷനിലായിട്ട് നമുക്ക് ആ ലൈറ്റ് യെല്ലോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ലേ, അതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരണം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.